ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബിലേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഒരു പാൽക്കപ്പയാണ് കേട്ടോ. പാൽക്കപ്പയും അയല മുളകിട്ട മീൻ കറിയും. പക്ഷെ പാൽക്കപ്പ ഞാനൊരു വേറൊരു ചാനലിൽ നിന്ന് കണ്ടതാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതാണ് കേട്ടോ കപ്പ. ഇങ്ങനെ കുക്കറിലാക്കിയിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കളയണേ. എന്നിട്ടാണ് അടുത്ത പരിപാടി. കുറച്ച് പച്ചമുളക്, കണക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കൂടെ ഒന്ന് ചതച്ചിട്ട് നമുക്കതിലിട്ടിട്ട് ഒന്ന് വേവിക്കണം, വെന്ത് വെള്ളം കളഞ്ഞിട്ട്. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കണം. എന്നിട്ടാണ് കടുക് വറക്കണത് കേട്ടോ. കടുക് വറക്കുമ്പോൾ നമ്മൾ കരുവേപ്പിൻ്റെ ഇല, ഉള്ളി ഒന്ന് നന്നായി കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞ് പട്ടമുളകും എല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ കേട്ടോ. തേങ്ങാപ്പാലും. ഓക്കെ. കപ്പ ഇതെങ്ങനെ ചെറുതായിട്ട് വെട്ടിയെടുക്കുക കേട്ടോ, പാൽക്കപ്പയ്ക്കുള്ളത്. എന്നിട്ടിതിനെ വേവിച്ചെടുക്കണം. കുക്കറിൽ ഇത്തിരി ആദ്യം വേവിച്ചെടുത്തിട്ടാണ് ബാക്കി പ്രൊസീജിയർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് ഇത് വേവിച്ചിട്ട് ആദ്യത്തെ വെള്ളം കുറച്ച് കളയും. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ആദ്യത്തെ വെള്ളം കുറച്ച് കളയും ഞാൻ. അതിൻ്റെ കപ്പയുടെ കട്ടുണ്ടെങ്കിൽ പോകും പറയും, നല്ലതാണ്. അപ്പോൾ അത് വേവിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നല്ല തിള വരുമ്പോൾ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിനെ കളയുക. കളഞ്ഞു കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ കപ്പ വേവിച്ചിട്ട് വെള്ളം ഊറ്റി. എന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുമല്ലോ, അതിലത്തെ ലാസ്റ്റിലത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചില്ലേ ഉള്ളി, പച്ചമുളക്, അതെല്ലാം കൂടെ ഇതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് നല്ലോണം വേവിക്കുക. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേവിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ച് ഇതാക്കി എടുക്കണം. അതിനെ കുറച്ച് ഉപ്പ് ഇടണേ. ഉപ്പ് ഇടണം, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക. നന്നായി വേവിക്കുക. വേവിച്ച് ഉടയണം കുറച്ച്. ഇങ്ങനെയാണ് കേട്ടോ. അത് കുറച്ചിങ്ങനെ കൊഴുക്കും നമുക്ക് എത്ര കൊഴുപ്പ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. എല്ലാം നമ്മൾ ചതച്ചിട്ടതും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട്. ഇനി ഇതിനെ നമുക്ക് കടുക് വറുത്ത് കിട്ടണേ. അതിനൊരിത് വയ്ക്കുക. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ, കടുക് വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇതെല്ലാം പട്ടമുളക്, കറിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി എല്ലാം കൂടെ വറുത്ത് കൊട്ടാം. എണ്ണ ചൂടായിട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, എന്നാൽ തന്നെ ടേസ്റ്റ്. കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി ഇടാം കേട്ടോ. ചെറിയ ഉള്ളി നന്നായി മൂത്തിട്ട് ചെറിയ ഉള്ളി നന്നായി സോഫ്റ്റ് മൂപ്പിക്കുക. എന്നിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇല, നമ്മൾ ഡ്രൈ ചില്ലിയില്ലേ അതും കൂടി ഇടാം. പിന്നെ ഇത്തിരി കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും, നന്നായിരിക്കും. നല്ല ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇത് ഞാനൊരു ചാനലിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ അവരുടെ ചാനൽ എപ്പോഴും ഫോളോ ചെയ്യും. എനിക്കിഷ്ടമാണ് അവരുടേത്. അപ്പോൾ ഞാനൊന്ന് ഇവിടെ നല്ല കപ്പ കിട്ടിയപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ്, നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഞാൻ ചെയ്യുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മീൻ കറിയും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അതായത് ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഈ മുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടാം. മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇടാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഓക്കെ കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ചുവപ്പ് കളറായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കപ്പയിലേക്ക് കൊട്ടാം കേട്ടോ. അത് ഇത്രയുള്ളൂ നമ്മുടെ പാൽക്കപ്പ റെഡിയായി.
ഓക്കെ, ഇളക്കി പാൽക്കപ്പ റെഡിയായി. ഇത് കുറച്ച് നിങ്ങൾക്ക് കട്ടിയാണ്, കട്ടി വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ മതി കേട്ടോ. ഓക്കെ, മീൻ കറി എളുപ്പ മീൻ കറി കേട്ടോ. മുളക് ഇട്ട മീൻ കറി, നമ്മൾ വറുത്തരയ്ക്കുക ഒന്നും വേണ്ട. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ എണ്ണ ഒഴിക്കുക. എന്താ കടുകിടുക, ഉലുവ ഇടുക. കുറച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവ ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവ ഇടണം. എളുപ്പ പണിയാണിത് കേട്ടോ. തക്കാളി ഇടാം, നമുക്ക് തക്കാളി ഞാനൊന്ന് അരച്ചിട്ടിടും, ഞാനങ്ങനെ ചെയ്യുക. അപ്പോൾ കുറച്ച് കൊഴുപ്പും കിട്ടും, നന്നായിരിക്കും. കടുക് പൊട്ടുന്നുണ്ട്, കടുക് പൊട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇടണം കേട്ടോ. ഉലുവ ഇട്ടിട്ട് കടുക് പൊട്ടട്ടെ, നന്നായി പൊട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവ കേട്ടോ. ഉലുവ ഇട്ടു, ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ ഇതാ കരുവേപ്പിൻ്റെ ഇല കുറച്ചിടുക. 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്. അത് നല്ലോണം ഇതാക്കാം. ഇങ്ങനെ ആയതിന് ശേഷം ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, ഒരു 2 തക്കാളി ഇട്ടാൽ ഇതിനനുസരിച്ചിട്ട് അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. പോയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇടാം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ, തക്കാളി നല്ല ഫ്രൈ ആവണം. എന്നിട്ട് നമുക്ക് പൊടികളിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാം, ആവശ്യത്തിന് എരിവ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി എരിവ് പോലെ. ഇവിടെ എനിക്കിത്തിരി നല്ല എരിവ് വേണം, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇടുക. നല്ലോണം ആയതിന് ശേഷം ഒന്ന് ചൂടാവും, ചട്ടി ആയതുകൊണ്ട്. എന്നിട്ട് ഞാനിത് ഈ കുടംപുളി ഒരു കുറച്ച് പുളിക്കനുസരിച്ചിട്ട് കേട്ടോ, ഞാൻ ചെറിയൊരു കുടംപുളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഉപയോഗിക്കുക. തക്കാളിയുടെ പുളി മതി എന്നുള്ളവർക്കൊക്കെ, പക്ഷെ എന്നാലും ഇത്തിരി ഇട്ടാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. നമ്മുടെ മീൻ കറി തിളയ്ക്കുന്നുണ്ട് നല്ലോണം, എല്ലാം ഇട്ടു. ഇനി ഇത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് മീനിനെ ഇടാം. അയിലയാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. നമുക്കതിലോട്ട് അയില ഇടാം, ഓരോന്നായിട്ട് ഇടാം. ഇങ്ങനെയാണ് അത് കേട്ടോ. ഇനി അയില വെന്ത് കഴിഞ്ഞ് ഒന്ന് കുറുകി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പാൽ ഇട്ടത്. കുറച്ച് നല്ല കട്ടിയിൽ കലക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും കേട്ടോ. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ കഴിക്കേണ്ടത്. പാൽക്കപ്പയും മീൻ കറിയും കൂടെ കഴിക്കുക, നന്നായിട്ടുണ്ട്.